പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അറിയാനുള്ള ആഗ്രഹം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. മനുഷ്യനുണ്ടായ കാലം മുതൽക്കേ ഈ ഒരു ആഗ്രഹം നമ്മളുടെ എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മൾക്ക് പല മതഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയുള്ള കഥ. പ്രപഞ്ച ഉൽപ്പത്തിയെപ്പറ്റി സയൻസിന് എന്താണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. 1910, 1920 കാലഘട്ടങ്ങളിൽ പല ശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളുടെ ഫലമായിട്ട് ഒരു രഹസ്യം നമുക്ക് മനസ്സിലായി. യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മിൽ നിന്ന് പല ഗാലക്സികളും അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇതിലേക്ക് നയിച്ചത്. അപ്പോൾ ഈ ഒരു കണ്ടെത്തൽ നിന്ന് നമുക്ക് മനസ്സിലായത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഒരു കാലത്ത് ഒന്നായിരുന്നു എന്ന് ഉള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തിയത്. ഒരു പൂ വിരിയുന്നത് ആലോചിച്ചാൽ മതി. പൂ വിരിയുന്നത് ഒരു മൊട്ടിൽ നിന്നാണ്. മൊട്ടിൽ നിന്ന് ഉണ്ടായ പൂവ് വിരിയുന്ന സമയത്ത് അതിൻ്റെ ഇതളുകൾ അകന്നു പോവുകയും ഒടുക്കം അവർ തമ്മിലുള്ള സ്പേസ് കൂടി വരികയും ചെയ്യും. ഒരു പൂവ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒന്നായിരുന്നു, ഒരു മൊട്ടായിരുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സ് ഒരു പോയിന്റിൽ നിന്നാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയത് എന്ന് നമുക്ക് അനുമാനിക്കാം.